ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഒരു ബാത്റൂം, ആ ബാത്റൂമിൻ്റെ അടിയിൽ കൂടി പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ലീക്കേജ് ആയിട്ട് ഏകദേശം ഒരു 25,000 ലിറ്റർ വെള്ളം ഒരു 3 മണിക്കൂർ കൊണ്ട് തീർന്നു പോകുന്നൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ അത് നമുക്ക് എവിടെയാണ് എന്നുള്ള കൃത്യമായിട്ട് ഉള്ളൊരു ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിലുള്ള ഈ HY929 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിവൈസ്, ആ ഡിവൈസ് ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് ഒരു സ്പോട്ട് ഇവിടെ നിന്നാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ലൊക്കേഷൻ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റിയത് നമ്മളെ ഈ ലീക്കേജ് ഡിറ്റക്ടർ ഉണ്ടായത് കൊണ്ടാണ്. അതായത് കറക്റ്റ് നമുക്ക് നല്ല വെള്ളത്തിൻ്റെ ശരിക്കും നല്ല സൗണ്ട്, നല്ല ഫ്ലോ ആയിട്ട് വരുന്ന ആ സൗണ്ട് കേൾക്കാം. അത് കൃത്യമായിട്ട് നമുക്കൊരു സൗണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്കിതിൽ കാണിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ നിലവിൽ എവിടെയെങ്കിലും പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ, ടാപ്പുകളൊന്നും തുറന്നിട്ടില്ലെങ്കിൽ, ആ ഫ്ലോക്ക് നല്ല ശക്തിയായിട്ടുള്ളൊരു ഫ്ലോ ഉണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ആ ഫ്ലോ ഇതിൽ കൂടെ നമുക്ക് സൗണ്ട് കറക്റ്റ് വെള്ളത്തിൻ്റെ ആ സൗണ്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ കേട്ട് ഐഡൻറ്റിഫൈ ചെയ്ത ഒരു സ്പോട്ടാണ് ഇവിടെ. ഒരു 2 ഇഞ്ച് ടീൻ്റെ ഈ ഭാഗത്താണ് പൊട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് പൊട്ടിയിട്ട് നേരെ ഇവിടെയും സൗണ്ട്, പിന്നെ ഈ ഭാഗത്തേക്കാണ് വെള്ളം പോയിക്കൊണ്ടിരുന്നത്. ഈ ഭാഗത്തേക്ക് പോയിട്ട് ആ തിരിച്ച് വെള്ളം ഈ ഭാഗത്തേക്കൂടെ സ്പീഡായിട്ട് ഒഴുകുകയായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ വെച്ചാലും സിഗ്നൽ കിട്ടും, ഇവിടെ വെച്ചാലും സിഗ്നൽ, ഇവിടെ വെച്ചാലും സിഗ്നൽ കിട്ടിക്കൊണ്ടിരുന്നതിന്. അതിൽ ശക്തമായ സിഗ്നൽ, നമുക്ക് നല്ല പവർഫുൾ ആയിട്ടുള്ള സിഗ്നൽ കിട്ടിയ ഭാഗമാണ് ഈ ഭാഗം. അപ്പൊ അതൊക്കെ നമ്മളെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് ഈ സാധനം വെച്ചിട്ട് ഡിവൈസ് വെച്ച് സ്കാൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ ബാത്റൂമിലാണെന്ന് നമുക്ക് അറിയാൻ പറ്റിയത്. നമുക്ക് ഈ സ്കാനറിന്റെ ഒരു ഉപകാരം, സ്കാനർ ഉണ്ടായത് കൊണ്ടാണ്. അപ്പൊ ഈ ഡിറ്റക്ടർ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ എവിടെയും അകത്ത് അല്ലെങ്കിൽ പുറത്തായിട്ട് ഒരു സിഗ്നലും നമുക്കില്ല. അതായത് വെള്ളത്തിന്റെ ഒരു അംശം പോലും നമുക്ക് എവിടെയാണെന്നുള്ള ലീക്കേജ് അറിയുന്നില്ല. അപ്പൊ പൈപ്പ് ജസ്റ്റ് ഇതിന്റെ ഉള്ളിൽ കൂടെയാണ് കടന്നു വരുന്നത്. അപ്പൊ ആ കടന്നു വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ ട്രേസ് ചെയ്ത് ഡിറ്റക്ടർ ഉപയോഗിച്ച് നമ്മൾ സ്പോട്ട് ഇങ്ങനെ സ്കാൻ ചെയ്ത് വന്ന്, അപ്പോൾ നമുക്ക് സിഗ്നൽ പവർഫുൾ ആയിട്ട് കിട്ടിയ ഒരു ഭാഗമാണ് ഈ ഭാഗം. ആ ഭാഗത്താണ് നമ്മൾ പൊളിച്ചിട്ടുള്ളത്. പിന്നെ ഇതൊരു 2 ഇഞ്ച് പൈപ്പ് ആയതുകൊണ്ട് വർക്കിന് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത്രയും കവറേജ് പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. കാരണം ഇതിന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് 3-4 കണക്ഷൻ പോകുന്നുണ്ട്. ഏകദേശം ഒരു 10-16 വർഷം മുമ്പുള്ള ഒരു പ്ലംബിംഗ് ആണ്. അപ്പോൾ ആ ഒരു നിലവാരമേ ഈ പ്ലംബിങ്ങിന് ഉണ്ടാവുള്ളൂ. മോശം എന്നല്ല പറയുന്നത്. പിന്നീട് ഇത് ഗ്രാവിറ്റി പ്രഷർ വന്നപ്പോൾ ആ പ്രഷർ താങ്ങാനുള്ള ഒരു ഗേജ് ഈ പൈപ്പിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇത് പൊട്ടിയിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ നമുക്കിതൊന്ന് ഓൺ ചെയ്തിട്ട് ഞാനത് കാണിച്ചു തരാം, ആ സ്പോട്ട് എവിടെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ലീക്കേജ് ഡിറ്റക്ടർ കൊണ്ട് നമ്മൾ സ്കാനിങ് തുടങ്ങുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇയർഫോണാണ്. പിന്നെ അതിൽ നമ്മൾ HY929 എന്ന് പറഞ്ഞ ഡിവൈസ്, ആ ഡിവൈസിൽ ഒരു മൈക്രോ ഫോണ് അത് കുത്തിയിട്ടുണ്ട്. നമ്മളെ സ്റ്റെതസ്കോപ്പ് മാതിരി തന്നെയാണ്. അപ്പോൾ മൈന്യൂട്ടായിട്ടുള്ള എന്ത് ശബ്ദവും നമുക്ക് അതിലൂടെ കേൾക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ വരുന്നത് ഹെഡ്ഫോണ്, നേരെ ഇയർഫോൺ നമ്മൾ നോർമൽ ഒരു ചെവിയിൽ കുത്തുന്നതാണ്. അപ്പോൾ അത് വെച്ച് ഇതിൻ്റെ വോളിയം നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നല്ല ഹെഡ്ഫോൺ മേടിക്കുക പുറത്തുനിന്ന്. ഒരു 1000-1500 റുപ്യക്ക് നല്ല ഹെഡ്ഫോൺ കിട്ടും. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് സൗണ്ട് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനത്തെ സ്പ്രെഡായിട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിങ്ങനെ താഴെയാണ് ഇപ്പോൾ ഇതിൻ്റെ, ഞാനിപ്പോൾ ഈ പിടിക്കുന്ന ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് സിഗ്നലുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു സിഗ്നൽ അവിടെ, ഒരു സിഗ്നൽ നമ്മൾ ഈ വെച്ച ഭാഗത്ത് ഒരു സിഗ്നൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ശബ്ദങ്ങളേ ഉള്ളൂ. ആ വെള്ളത്തിൻ്റെ ആ വലിയ ഒഴുക്കിൻ്റെ ശബ്ദം ഇവിടെ കേൾക്കുന്നില്ല. എന്തായാലും പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ, ബെഡ്റൂമിൻ്റെ ഉള്ളിൽ കൂടിയാണ് കയറി വരുന്നത്. അപ്പോൾ ആ കയറി വരുന്ന ഒരു ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ടാണ് കറണ്ടും പോയി നമ്മൾ നോക്കുന്നത് കേട്ടോ.
അപ്പോൾ അങ്ങനെ വെച്ച് നമ്മൾ ഇപ്പോൾ ബാത്റൂമിലാണ് നമ്മൾ നോക്കുന്നത്. ബാത്റൂമിൻ്റെ ക്ലോസറ്റിൻ്റെ ഒരു സൈഡിലൊരു എഡ്ജിലായിട്ടാണ് ഈ സംഭവം വന്നിട്ടുള്ളത്. ഈ ഏരിയയിലൊക്കെ നല്ല വെള്ളം സ്പ്രെഡ് ചെയ്യുന്ന നല്ല സൗണ്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 3-4 സ്ഥലത്ത് അപ്പോൾ എവിടെയാണോ നല്ല മാക്സിമം നമുക്ക് ആ വെള്ളത്തിൻ്റെ ഫ്ലോ സ്പീഡായിട്ട് കിട്ടുന്നത് അവിടെയാണ് ഇപ്പോൾ നമ്മൾ ഈ പൊളിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ടൈല് കുറച്ചൊന്ന് അടർത്തി നോക്കുക. കാരണം ഇവിടെയാണ് നമുക്കൊരു വെള്ളം ചാടുന്നതായിട്ടൊരു ഫീല് ഇവിടെ കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഫസ്റ്റ് നമ്മൾ പൊളിച്ചു നോക്കുന്നത്. പിന്നെ രണ്ടാമത് ഞാൻ ഇരിക്കുന്ന സ്ഥലത്താണ് നല്ല ഫ്ലോ ആയിട്ടുള്ള ഒരു സൗണ്ട് കിട്ടുന്നത്. പക്ഷേ ഇതൊരു എഡ്ജ് ആയതുകൊണ്ട് നമുക്കൊരു സംശയം, ഇവിടെയാണ് വെള്ളം വന്ന് വീഴുന്ന മാതിരിയാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഫസ്റ്റ് പൊളിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈൽസിൻ്റെ അടിയിൽ ഏകദേശം ഒരു 2.5 ഇഞ്ച് കനത്തിന് പരിക്കനുണ്ട്. ആ പരിക്കൻ്റെ താഴെയായിട്ട് ഏകദേശം ഒരു 4 ഇഞ്ച് കനത്തിൽ PCC 1.5 ഇഞ്ച് PC കോൺക്രീറ്റും ഉണ്ട്. ഇതിൻ്റെ അടിയിലാണ് ഈ സംഭവം സംഭവിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ആ സൗണ്ടും ആ ഇതും നമുക്ക് കേൾക്കണമെങ്കിൽ അത് അത്രമാത്രം എഫക്റ്റായിട്ട് അത്രത്തോളം അതിൻ്റെ പൊട്ടിയ ആ പൈപ്പ് അത്രയും പൊട്ടിയിരിക്കും. ഒരുപക്ഷെ വിട്ട് നിൽക്കാനാണ് സാധ്യത. അങ്ങനത്തെ കണ്ടീഷനിലാണ് ഇത് ഉള്ളത്. അപ്പോൾ അടിയിൽ നിന്ന് സൗണ്ട് നമുക്ക് കേൾക്കണമെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ട് ഒരു TO അല്ലെങ്കിൽ ഒരു RDO എന്തെങ്കിലുമൊക്കെ പൊട്ടി നിൽക്കണം. അപ്പോൾ അത്രയും ടൈറ്റായിട്ട് ഉള്ള ഒരു പ്രഷർ വന്നുകൊണ്ടായിരിക്കും അത് പൊട്ടിയിട്ടുണ്ടാകുക. അപ്പോൾ നമ്മൾ ഡിമോളിഷൻ ഹാമർ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു ഹാമർ കൊണ്ട് പൊളിച്ചിരുന്നു. പക്ഷേ അത് നമുക്ക് അത്ര കണ്ട് കോൺക്രീറ്റ് ടൈറ്റ് ആയതുകൊണ്ട് പറ്റുന്നില്ല, അത് ഡാമിയർ ആയിരുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ഡിമോളിഷൻ ഹാമർ ഫെം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഹെവി ഡ്യൂട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അനായാസം പൊളിക്കാൻ വേണ്ടി പറ്റും. നല്ല കോൺക്രീറ്റാണ്, 4 ഇഞ്ച് കനത്തിലുള്ള നല്ല കട്ടിയുള്ള കോൺക്രീറ്റ്. ഏകദേശം ഒരു 20 വർഷം മുമ്പുള്ള കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ ആ ക്വാളിറ്റിയൊക്കെ അതിനനുസരിച്ചുള്ളൊരു ക്വാളിറ്റി ഉണ്ടാവുമല്ലോ കോൺക്രീറ്റിന്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കോൺക്രീറ്റാണ്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇവിടെ പൊളിച്ച് ഒഴിവാക്കുകയാണ്. എന്താ വെച്ചാൽ 3 ഭാഗത്തായിട്ടാണ് നമുക്ക് സിഗ്നൽ കിട്ടിയിട്ടുള്ളത്. ആ ഭാഗത്തു കൂടെയൊക്കെ വെള്ളം നല്ല സ്പ്രെഡായി വരുന്നതുകൊണ്ടാണ് അത് കിട്ടുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് നല്ലൊരു സിഗ്നൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എവിടുന്നാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മളത് പൊളിച്ച് നോക്കിയിട്ട് ഇനി നമുക്കൊന്ന് വെള്ളം തുറന്ന് നോക്കിയാൽ ഇനിയിപ്പോൾ ഏതിലേലും വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് ഓരോന്ന് അങ്ങനെ ട്രേസ് ചെയ്തിട്ടാണ് ഈ 3 സിഗ്നലും നമ്മൾ ഈ ഡിറ്റക്ടറും കൊണ്ട് മാർക്ക് ചെയ്തിട്ട് അവിടെയൊക്കെ പൊളിച്ചത്. 3 ഭാഗത്തായിട്ടാണ് പൊളിച്ചത്. പിന്നെ ഒരു ബാത്റൂം ഒരു പൊളിക്കുമ്പോൾ അത്രയും ടൈൽസ് മാറ്റുമ്പോൾ ഒരു കൃത്യമായിട്ട് നമുക്കൊരു ഏരിയ കവർ ചെയ്ത് പൊളിക്കാൻ കഴിയില്ല. ഇനി നമുക്ക് ആ സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ അത് കഴിയൂല. അപ്പോൾ അത് കണ്ടോ, ഇതിൽ വെള്ളം വരുന്നുണ്ട്. ഇനി എവിടെ എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. കാരണം വെള്ളം വരുന്നുണ്ട്, ലീക്കാണ് ഓൾറെഡി. ഇനി ഇത് എവിടുന്ന് വരുന്നത്? അങ്ങനെയാണ് നമ്മൾ രണ്ടാമത്തെ സ്പോട്ട് ഇവിടെ നോക്കുന്നത്. അതെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ വെള്ളം പൊന്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കുന്നത് എൽബോ പൊട്ടിയിരിക്കാം, കോണല്ലേ, അപ്പോൾ മണ്ണിൽ ഇരുന്നിട്ട് എൽബോ പൊട്ടിയിരിക്കാമെന്ന് വിചാരിച്ച് നമ്മളവിടെ പൊളിച്ച് നോക്കുമ്പോൾ ഉൾഭാഗത്ത് പൊളിച്ചപ്പോഴും വെള്ളം വരുന്നുണ്ട്. പക്ഷെ അടിയിൽ നിന്നാണ് ഇതേമാതിരി ഇത് കണ്ടോ, നല്ല സ്പ്രെഡായിട്ടാണ് വെള്ളം വരുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്ത് അതും ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു നല്ല ഫോഴ്സ് ആയിട്ടുള്ളൊരു സിഗ്നൽ ഉണ്ട്. ഫസ്റ്റ് കിട്ടിയൊരു സിഗ്നൽ. പിന്നെ ഒന്നും നോക്കിയില്ല, ആ ഭാഗത്ത് അങ്ങോട്ട് ഒന്നായിട്ട് പൊളിച്ചാണ് മാറ്റി. ഏകദേശം ഒരു 2 അടിക്ക് കംപ്ലീറ്റ് ആയിട്ട് പൊളിച്ച് മാറ്റി. ആ പൊളിച്ച് മാറ്റിയതിന് ശേഷമാണ് നമുക്ക് ആ സ്പോട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ആ സ്പോട്ട് കണ്ട സ്പോട്ട് നിങ്ങൾ ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് കണ്ടു കഴിഞ്ഞാൽ 50,000 ലിറ്റർ വെള്ളമൊക്കെ ഒറ്റയടിക്ക് 3 മണിക്കൂർ കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ അതിലൊരു അതിശയപ്പെടാനുമില്ല. ഇമാതിരിയുള്ള പൊട്ടൊക്കെ ആണെങ്കിൽ പിന്നെ എങ്ങനെ ഇത് പോകാതിരിക്കുക? അപ്പോൾ ഇത് ടീ പൊട്ടിയതാണ് കേട്ടോ. അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ ശരിക്കും കാണുന്നുണ്ട്. ടീ കറക്റ്റ് അടിയിൽ പൊട്ടിയതാണ്. പൈപ്പിന് കുഴപ്പമൊന്നുമില്ല. പൈപ്പിൻ്റെ അടിയിൽ അടിയിൽ കണ്ട നീളത്തിൽ പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു
ചെറുതായിട്ടുള്ളൊരു ചെറുതായിട്ട് തുറന്നിട്ടുള്ളൂ വാൽവ് ചെറുതായിട്ട് തുറക്കുമ്പോൾ തന്നെ ഇങ്ങനെ പോയിച്ചിൽ വരും. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് വോളിയത്ത് തുറക്കുമ്പോൾ നമ്മൾ ഈ 3 പ്രാവശ്യമായിട്ട് ടാങ്കിൽ വെള്ളം അടിച്ച് 28,000 ലിറ്റർ വെള്ളം. അപ്പോൾ 3 പ്രാവശ്യമായിട്ട് ഒരു രാത്രി കൊണ്ട് അത് അടിച്ചിട്ട് പോകണമെങ്കിൽ നേരം വെളുക്കുമ്പോഴത്തിന് കാലിയാകുകയെന്ന് പറഞ്ഞാൽ ഒരു 70,000-80,000 ലിറ്റർ വെള്ളമൊക്കെ 7 മണിക്കൂർ 8 മണിക്കൂർ കൊണ്ട് കാലിയായിട്ട് ഒരു തുള്ളി വെള്ളം പോലും പുറത്ത് കണ്ടില്ല എന്നാണ്. അപ്പോൾ അത്രയും ഇതിൽ ഇറങ്ങിപ്പോയി. അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ നമ്മൾ ഈ ചെറിയ ചെറിയ ലീക്കേജൊക്കെ 1000 ലിറ്റർ 2000 ലിറ്ററിൻ്റെ ടാങ്കിൻ്റെ ലീക്കേജൊക്കെ എങ്ങനെ നമുക്ക് പുറത്ത് കാണാൻ പറ്റുക? അപ്പോൾ ഇതേമാതിരിയുള്ള എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് ഡിവൈസുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഒന്നിച്ച് കട്ട് ചെയ്യുക പറഞ്ഞാൽ അത്രയും 2 ഇഞ്ച് ടീ കൊടുത്തിക്കുക, പിന്നെ അതിലേക്ക് 2.25 റെഡ്യൂസർ, ഒരു ബുഷ്, അങ്ങനെ പല ടൈപ്പിൽ അങ്ങോട്ട് കൺജസ്റ്റഡായിട്ട് ഒരു ചിത്രം വരച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ്ട് ഒഴിവാക്കുക. ഇവിടുന്ന് ഒരു 2.25 RD കൊടുക്കുക, നേരെ ഒരു ടീ കൊടുക്കുക. അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളെ പ്രശ്നം ഇവിടെ ഇരുന്നു, നമ്മളെ ടീ ഇവിടെ പൊട്ടിയിരിക്കുകയാണ്. മൊത്തത്തിൽ ടീ വലുതായിട്ട് ഇത് അവിടെ ഒരു ക്രാക്കായിട്ട് ഇവിടെ പൊട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ഫോഴ്സായിട്ടുള്ള ഒരു ലീക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അടിയിൽ നിന്ന് മുകളിൽ നോക്കിയാൽ കാണാൻ പറ്റില്ല. അടിയിൽ ഈ ക്രാക്ക് ഇത്രയും ക്രാക്കായിട്ട് നമ്മളെ ടീൻ്റെ ജോയിൻറ്റിൽ. അപ്പോൾ ഏകദേശം 16-17 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ സ്റ്റാർ ഫിറ്റിങ്സുകളാണ് ഉള്ളത്. പക്ഷേ സ്റ്റാറിൻ്റെ 10 kg ഫിറ്റിങ്സുകളല്ല, നമ്മളെ 4 kg ഫിറ്റിങ്സുകളാണ് ഇത് ആദ്യമൊക്കെ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ പ്രഷർ വന്നപ്പോൾ പിന്നെ ഇതിൻ്റെ ലോഡ്, നമ്മളെ പൈപ്പിനൊരു ചെറിയ ലോഡും വന്നിട്ടുണ്ടാവും. അങ്ങനെ കാലക്രമേണ ക്രാക്കായി പൊട്ടിയതാണ് ഈ സാധനം. അപ്പോൾ നമ്മളെ പ്ലംബിംഗ് വർക്ക് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ചെറുതായിട്ട് 2.25 റെഡ്യൂസർ ഇട്ടു, നേരെ വന്നു ഒരു 3/4 ടീ ഇട്ടു, 2 സൈഡിലേക്കും 2.45 ഇട്ടിട്ട് 2 പീസ് കൊടുത്ത് വളരെ വൃത്തിയായിട്ട് ഇത് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ പ്ലംബിങ് തന്നെ ആയിരിക്കും ഇനി 4 റൂം വേറെ ബാക്കിയുണ്ട്. അപ്പോൾ സെയിം പ്ലംബിങ് തന്നെ ആയിരിക്കും 4 റൂമിൽ ഉണ്ടാവുക. അപ്പം ഇനി നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെക്ഷൻ വാൽവുകൾ ഏകദേശം ഒരു പകുതിയിൽ കൂടുതൽ ലോക്ക് ചെയ്യുക. കാരണം ഇപ്പോൾ നിലവിലുണ്ടായിരുന്നത് ഒരു ഗ്രാവിറ്റി പ്രഷർ അല്ല, ഒരു ടാങ്ക് ഒരു 10 മീറ്റർ ഹൈറ്റിൽ നിന്ന് ടാങ്കിൽ നിന്ന് വരുന്ന പ്രഷറായിരുന്നു. ഇപ്പോൾ വന്നിട്ട് ഏകദേശം ഒരു 20 മീറ്റർ ഹൈറ്റിൽ നിന്ന് 250 മീറ്റർ റൺ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ഗ്രാവിറ്റി ഈ ഫോഴ്സ് ഇതിനുണ്ടാവും പൈപ്പിന്. ആ പ്ലംബിങ്ങിന് ലൈന് അപ്പോൾ കുറച്ചും കൂടി പഴയ ലൈനൊക്കെ ആകുമ്പോൾ ചെറിയ ക്രാക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ വാട്ടർ ഹാമറിങ്ങിൻ്റെ നിരന്തരമായിട്ടുള്ള ആ പ്രഷർ കാരണം ക്രാക്കും പൊട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പരമാവധി നമ്മൾ വാൽവ് ക്ലോസ് ചെയ്തിട്ട് ബാക്കിയുള്ള റൂംസ് നമ്മൾ പകുതി ക്ലോസ് ചെയ്തിട്ട് നിർത്തുന്നതാണ്. അതുപോലെ തന്നെ ഇതും പകുതി ക്ലോസ് ചെയ്തിട്ട് ഇനി ഇതിൽ മണ്ണ് ഫില്ല് ചെയ്യുക. ഏകദേശം അടിയിൽ കുറച്ച് മണൽ ഫില്ല് ചെയ്യുക, പിന്നെ അതിൻ്റെ മുകളിൽ നല്ലോണം മണ്ണ് ഫില്ല് ചെയ്തിട്ട് ലോഡ് വരാത്ത രീതിയിൽ ഇവിടെ ഇനി ടൈൽസ് കറക്റ്റ് അടിച്ചതിന് ശേഷം നമ്മൾ ക്ലോസറ്റ് ഫിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ താരങ്ങളെ പരിചയപ്പെടാം. ഇതാണ് നമ്മളെ ഹൈലൈറ്റ് എന്ന് പറയുന്ന HY929 ലീക്കേജ് ഡിറ്റക്ടർ. പിന്നെ ഇത് നമ്മളെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഫോഴ്സ് ഒന്നും നോക്കുന്നതാണ്. ഇതും നമ്മളൊരു അൾട്രാസോണിക് ഡിറ്റക്ടറാണ്. ഇത് നമുക്ക് എയറൊക്കെ ഉണ്ടെങ്കിൽ അതിന് എയർ ശക്തമായിട്ടുള്ള ഒരു എയറിനെയൊക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് നമ്മളെ ഹെഡ്ഫോണാണ്. ഇത് അൾട്രാസോണിക്കിൻ്റെ കൂടെ വരുന്നതാണ്. ഇത് പിന്നെ നമ്മൾ ഈ ഷാർപ്പായിട്ടുള്ള ഭാഗങ്ങളിലേക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ രണ്ടാമത് നമ്മളെ കട്ട നിന്ന താരങ്ങളാണ്. ഇത് നമ്മളെ ഡിമോളിഷൻ ആമർ, ഡാമിയർ, അതുപോലെ ഫെമ്മ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളെ ആയുധങ്ങൾ. ഇതുകൊണ്ടുണ്ടായതുകൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് ചെയ്തു തീർക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ പ്ലംബിംഗ് വർക്ക് പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു ഇതാണ് നിങ്ങൾ കാണുന്നത്. ഇനി നമുക്ക് ടാപ്പ് ഒന്ന് തുറക്കുക.
ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തുക. ചളി കയറിയിട്ടുണ്ട് കേട്ടോ, പൈപ്പിൽ നല്ലോണം ചളി കയറിയിട്ടുണ്ട്. അതിന് യാതൊരു രക്ഷയില്ല. ഇതൊക്കെ അയച്ച് നോക്കുക എന്നല്ലാതെ ഡൈവേർട്ടറൊക്കെ എല്ലാം നല്ല ഫ്ലോ തന്നെയാണ്, സ്പീഡും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഒരു ഫിൽറ്ററും കൂടി ഇതിന് വെച്ച് കൊടുത്താൽ ഓക്കെ ആയി. ഷവറെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇതുപോലുള്ള കൺജസ്റ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് നമ്മളെ ലീക്കേജ് ഡിറ്റക്ടർ HY929 എന്ന് പറഞ്ഞ ലീക്കേജ് ഡിറ്റക്ടർ എന്തുകൊണ്ടും ഓരോ പ്ലംബർമാർക്കും ഇതുപോലുള്ള ക്രിട്ടിക്കൽ സ്റ്റേജ് അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. ഓക്കെ.